വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരകളാക്കി കേരളത്തിൽ പിടിമുറുക്കുന്ന ലഹരിക്കെതിരായുള്ള പോരാട്ടം ശക്തമാകണമെങ്കിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്ന ജനസേവ ചെയർമാൻ ജോസ് മൗലി പറഞ്ഞു. ഇന്നിപ്പോൾ കേരളം ആകെ വളരെയധികം സങ്കടത്തിലും അതോടൊപ്പം തന്നെ ഭയാനകമായാണ് പോകുന്നത്. ക്യാമ്പസ് എല്ലാം തന്നെ മിക്ക കുട്ടികളും ചെറുപ്രായത്തിൽ തന്നെ ലഹരിക്ക് അടിമകളാവാണ്. ലഹരി എന്ന് പറഞ്ഞാൽ രാസലഹരിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മറ്റേ ചാരായോ മദ്യോ ബ്രാൻഡിയോ ഒന്നും അല്ല, അതിന് പകരമായിട്ട് ഇപ്പോൾ രാസലഹരി സുലഭമായിട്ട് കിട്ടുന്നു. ഈ ഒരു അവസരം വരാനുള്ള പ്രധാന കാരണം നമുക്കിന്ന് അന്വേഷിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയാനുള്ളത് ക്യാമ്പസ് രാഷ്ട്രീയം തന്നെയാണ്. ക്യാമ്പസിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഇറങ്ങുമ്പോൾ അവിടെ അധ്യാപകർക്ക് പേടിയായി. ഇപ്പൊ SFI, KSU, ABVP എന്നീ സംഘടനകളെല്ലാം തന്നെ ക്യാമ്പസുകളിൽ സ്കൂളിന്റെ തലത്തില് ഹൈസ്കൂളിൽ പോലും ഇവരുടെ രാഷ്ട്രീയം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ സംഘടനകൾ കലാലയങ്ങൾ ഭരിക്കുമ്പോൾ അധ്യാപകർക്കെല്ലാം പേടിയായി. അധ്യാപകർ കൊച്ചിനെ ശാസിക്കാനോ വഴക്ക് പറയാനോ തല്ലുവാനോ സാധിക്കുന്നില്ല, ഉപദേശിക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അധ്യാപകരെല്ലാവരും നോക്കുകുത്തികളാവാണ്, അവര് മടി പിടിച്ച് മാറി നിൽക്കുകയാണ്. ഈ ഒരു അവസരം മാറണം. ഈ അവസരം മാറണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കലാലയങ്ങളിൽ നിന്നും രാഷ്ട്രീയം പൂർണ്ണമായി നിർത്തണം. രാഷ്ട്രീയ പാർട്ടികൾ അവിടെ വേണ്ട. അവിടെ കുട്ടികൾ പഠിക്കട്ടെ, അവർ നന്നായി പഠിക്കട്ടെ. അധ്യാപകർക്ക് പവർ കൊടുക്കൂ. അധ്യാപകർക്ക് കുട്ടികളെ ശാസിച്ച് വളർത്താനുള്ള പവർ കൊടുക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നുമാകണം. ക്യാമ്പസുകളിലെ രാഷ്ട്രീയം കാരണം അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുവാൻ ഭയമാണ്. ലഹരിക്കെതിരായുള്ള പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി ക്യാമ്പസുകളിലെ രാഷ്ട്രീയം അവസാനിപ്പിക്കുവാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. ക്യാമ്പസുകളിലെ രാഷ്ട്രീയം ഇല്ലാതായാൽ തന്നെ വിദ്യാർത്ഥികളെ അധ്യാപകർക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനൊന്ന് പറയുന്നു, ഇവിടെ അധ്യാപകർ വിചാരിച്ചാൽ വളരെ ഈസി ആയിട്ട് ഈ പ്രശ്നം തീർക്കാൻ സാധിക്കും. അപ്പൊ അധ്യാപകർക്ക് ഒരു 50 കുട്ടികളെങ്കിലും ഓരോ അധ്യാപകരുടെ മനസ്സിലുണ്ടാവുള്ളൂ. 50 കുട്ടികളെ അവരെ ഓരോ കുട്ടികളുടെയും അവരുടെ സ്വഭാവങ്ങളെല്ലാം ഓരോ അധ്യാപകർക്ക് അറിയാം. അപ്പൊ അവരെ ഉപദേശിക്കാനും അവരെ ശാസിക്കാനും അവരെ ശിക്ഷിക്കാനും ഉള്ള പവർ അധ്യാപകർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കൊച്ചുമക്കളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ നല്ല മക്കളായി വളരും. ഇതിപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ അവർ അഡിക്റ്റുകളാവാണ്. മദ്യത്തിനും ലഹരി മരുന്നുകൾക്കെല്ലാം അടിമകളായി പോവുകയാണ്. അപ്പോൾ അതിന് പകരം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ചെയ്യേണ്ടത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരണം. ക്യാമ്പസ് രാഷ്ട്രീയം നമുക്ക് വേണ്ട എന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അത് CPM-ഉം കോൺഗ്രസും വളരെ ശക്തമായിട്ട് പറയണം, ക്യാമ്പസ് രാഷ്ട്രീയം നിർത്താമെന്ന്. അധ്യാപകർ മുൻകൈയെടുത്താൽ ഒരു പരിധിവരെ ലഹരി എന്ന മഹാവിപത്തിനെ തടയുവാൻ സാധിക്കും. മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒന്നിച്ച് ലഹരിക്കെതിരായി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. ലഹരിയിലേക്ക് ഒഴുകിത്തീരുവാനുള്ളതല്ല പുതുതലമുറയെന്ന നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. നാളെയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുവാൻ ലഹരിമരുന്ന് സംഘങ്ങളെ ഒരു കാരണവശാലും അനുവദിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Bobby Chamanur International Jeweler.